ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ കാണുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഷാനവാസ് എപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതെന്ന്. ഇന്നലെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇന്നലെ ഉച്ചക്കിട്ട വീഡിയോയിൽ പറഞ്ഞു, വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിനെ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുമെന്ന്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ കാണാതായപ്പോൾ എല്ലാവരും ചോദിച്ചു, വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസ് വരുമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ആദിലയോട് എവിക്ഷൻ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ആദിലയുടെ തൊട്ട് ബാക്കിൽ ഷാനവാസ് ഇരിക്കുന്നത് കാണാം. അതായത് ഇന്നത്തെ സൺഡേയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് ലാലേട്ടൻ ഷാനവാസിനെ ബി ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്. ഷാനവാസ് ഓൾറെഡി ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ട്. ആ ഒരു പ്രൊമോ നീങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്തും ഷാനവാസിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ വ്യക്തമായിട്ട് ആദില എനിറ്റിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആദിലയുടെ ബാക്കിൽ ഷാനവാസ് ഇരിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം ഷാനവാസ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഷാനവാസിനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. അപ്പോൾ അത് അവിടെ വെച്ച് തീർന്നു. ഷാനവാസിന് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന പ്രൊമോ വീഡിയോ അനുസരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയി എന്നാണ്. കാരണം എവിക്ഷന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ ആ ഒരു പേര് വായിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഞെട്ടുന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന നെവിൻ ഉണ്ട്. അപ്പൊ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടില്ലെന്ന് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് പുറത്തായിരിക്കുന്നത്. അപ്പൊ എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാൻ പിന്നീട് സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്, ഒന്ന് അക്ബർ ഖാനും ഒന്ന് ഈ പറയുന്ന പോലെ ആര്യൻ കത്തോരിയയും. അപ്പോൾ ഈ പറയുന്ന അനീഷും അനുമോളൊക്കെ ഒരു എവിക്ഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും പുറത്താവുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കേ വേണ്ട, അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത്യാവശ്യത്തിലധികം ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. നൂറയുടെ കേസിലും അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ആര്യൻ അല്ലെങ്കിൽ അക്ബർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് സാധ്യത. ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞത് സാബുമാൻ ഒഴിച്ച് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്ന ആര് പുറത്തേക്ക് പോയാലും അവർ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി തന്നെയാണ്. നമ്മുടെ അക്ബർ ആയാലും ആര്യൻ ആയാലും നെവിൻ ആയാലും അനീഷും അനുമോളും നൂറയും ഒക്കെ വ്യക്തമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗെയിം പ്ലാൻ ഉള്ള കണ്ടസ്റ്റൻസ് ആണ്. അവിടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാബുമാൻ ആയിരിക്കും ഒരു ഗെയിം പ്ലാനും ഇല്ലാതെ സേഫ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ കാലിട്ട് നിന്ന് ആ ഒരു എന്താണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ സേഫ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് സാബുമാൻ ആയിരിക്കും. ബാക്കിയുള്ള ആ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഏത് കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും അത് എന്താണ് ഈ പറയുന്ന പോലെ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്തേക്ക് പോകുന്നതിനോട് തുല്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ ഷാനവാസ് ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചക്ക് കയറിയതാണ്. ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മളത് കാണുന്നതെന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ആര്യൻ അല്ലെങ്കിൽ അക്ബർ ഇവരിലിടയിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നതുമായിരിക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്